ഡീല് ഈ ഇലക്ഷൻ തുടങ്ങിയത് മുതൽ എല്ലാ പാർട്ടികളും വേറൊരാൾക്കെതിരെ പറയുന്ന ഒരു സാധനം ഡീലുണ്ടെന്ന് പറയുന്നത്. ഒന്ന് BJPയും കോൺഗ്രസും തമ്മിൽ ഡീലുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു, കമ്മ്യൂണിസ്റ്റ് BJPയും തമ്മിൽ ഡീലുണ്ടെന്ന് മറ്റവർ പറയുന്നു. അതേപോലെ തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന ഒരു കാര്യമാണ് ഡീലെന്ന് പറയുന്നത്. സത്യത്തിൽ എന്താണ് നമ്മുടെ ഇപ്പത്തെ ഒരു ഡീൽ? എന്തായിരിക്കും ഇവരുടെ ഡീലുണ്ടോ ഇല്ലെന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത ഒന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൃത്യമായ തെളിവ് നമ്മുടെ കൈ കിട്ടാതെ ഉണ്ടോ ഇല്ലെന്നുള്ളത്. പക്ഷെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇത് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് പുറത്ത് വന്നതിന് ശേഷം പിന്നെ തുടർന്നുണ്ടാവുന്നുള്ള ഒരു അവലോകനത്തിൽ നിന്ന് നമുക്ക് ഇത് എങ്ങനെയാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതുവരെ നമുക്ക് ഇതിനെ കുറിച്ച് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അതിനകത്ത് പ്രതി തെളിവൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഈ ഡീൽ എന്ന് പറയുന്ന സംഭവം ഇവിടെ ഈ ഇന്നും തുടങ്ങിയതല്ല. നമ്മൾ കേൾക്കുന്ന ഒരു ഇതൊന്നല്ല. തെരഞ്ഞെടുപ്പിലൊക്കെ ഇതിന് മുമ്പും ഡീൽ ഉണ്ടായിട്ടുണ്ട്, ഡീൽ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രശ്നം ഇന്നും ഉണ്ട്. കേട്ടിട്ടില്ലേ? അതെ കേട്ടിട്ടുണ്ട്. ഈ കോൺഗ്രസും BJPയും തമ്മിൽ ഒരു സഖ്യം ഉണ്ടെന്നും അവരുടെ സഖ്യമാണ് ഇവിടെ ആദ്യം ഇത്തരത്തിലുള്ള ഒരു കാര്യം ഉണ്ടാക്കുന്നതിന് കാരണമായി വന്നത്. 91-ലെ തെരഞ്ഞെടുപ്പിൽ ശരിക്കും ഇതിന് മുമ്പ് ഒരു ഡീലിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ടുള്ള ഡീൽ എന്ന് പറഞ്ഞത്. അത് ഇപ്പോഴും സത്യത്തില് ഇടതുപക്ഷത്തിന്റെ ഒരു ചരിത്രത്തില് നിൽക്കുന്ന ഡീല് കൂടിയാണ്. ഏതാണെന്നറിയാമോ? 1977 കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചിട്ടില്ല. 1977 ആ ഡീൽ ഉണ്ടാവുന്നത്. അതായത് അന്ന് അടിയന്തരാവസ്ഥയെ കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധി എങ്ങനെയെങ്കിലും അടിയറവ് പറയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയത്ത് അന്ന് കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് എന്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ CPM-ഉം BJPയും RSSകാരും തമ്മില് ഒരു ഡീൽ ഉണ്ടാവും. അതായത് കൂത്തുപറമ്പിൽ നിന്ന് പിണറായി വിജയൻ മത്സരിച്ച് വരുന്നത് വരെ BJPയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ RSSകാരുടെ സപ്പോർട്ട് കൂടിയാണ് എന്ന് ഉള്ളതാണ് ആ ഡീൽ ആരോപണം അന്ന് കോൺഗ്രസ്സുകാർ ഉന്നയിച്ചിരുന്നത്. അതിന്റെ പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാരാറ് തന്നെ EMSന് ബാഡ്ജ് കുത്തി കൊടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫോട്ടോ ഉണ്ട്. അപ്പൊ ഇവർക്ക് ഇത് നിരസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാലും ഇവരിതിനെ അംഗീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതുണ്ട് എന്ന് പറഞ്ഞത് ആരാന്നറിയാമോ? അതുണ്ടെന്ന് പിന്നീട് സംബന്ധിച്ചത് ഇപ്പോഴത്തെ പാർട്ടി സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദ മാസ്റ്ററാണ്. ഗോവിന്ദ മാസ്റ്റർ തന്നെയാണ് അങ്ങനെ ഒരു ഡീൽ ഇവർക്ക് ഞങ്ങൾക്ക് അത് കാരണം എന്നാൽ അങ്ങനെയായിരുന്നു. ഇന്ദിരാഗാന്ധി എങ്ങനെയും അടിയുറവ് പറയിപ്പിക്കുക എന്നുള്ളതായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ ഫാസിസത്തിനെ എതിർക്കുക എന്നുള്ളതായിരുന്നു ആ ഡീലിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് അത് പറയുന്നതിൽ ഇപ്പോ യാതൊരു വിധത്തിലുള്ള റിഗ്രഷനും ഇല്ല. അത് ഒരു തീരുമാനമായിരുന്നു എന്നുള്ള രീതിയിലാണ് ഗോവിന്ദ മാസ്റ്റർ അതിനെ കുറിച്ച് സംസാരിച്ചത് തന്നെ. ആ ഡീല് ഇപ്പോഴും സത്യത്തില് ഒരു കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു വലിയ ഡീലാണ്. കാരണം അന്നത്തെ കാലത്ത് വിപ്ലവം പറയുന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും RSSും കൂടെ ഒരു ഡീൽ ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക്. അപ്പൊ അതിനുശേഷമാണ് ഈ 91-ലെ കോലിബി ഡീല് വരുന്നത്. CPM മുന്നോട്ട് വെക്കുന്ന പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ കോലിബി ഡീല. ഈ KG മാരാർ തന്നെയല്ലേ ഒരു നടക്കാതെ പോയ ഡീല് എന്നൊക്കെ പറഞ്ഞ് അത് KG മാരാറാണ് ഈ കോലിബി സഖ്യത്തിനെ കുറിച്ച് എഴുതിയത്. അതാണ് അതിലെ തമാശ എന്ന് വെച്ചാൽ ആ KG മാരാറാണ് EMSന് ബാഡ്ജ് കുത്തിയതെങ്കിൽ KG മാരാറാണ് ഒരു പുസ്തകത്തില് KG മാരാറിന്റെ ആത്മകഥയിൽ എഴുതിയിരിക്കുന്ന സാധനം അതായത് പാഴായി പോയ പരീക്ഷണങ്ങൾ എന്ന ചാപ്റ്ററിലാണ് കൃത്യമായിട്ട് എഴുതുന്നത് എന്താണ് 91-ൽ കോലിബി സഖ്യം ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവ്. വേറെ തെളിവുകളില്ല, ഇദ്ദേഹം പക്ഷെ തുറന്നു പറച്ചിൽ നടത്തുന്നുണ്ട് ഇങ്ങനെ ഒരു. അപ്പം അന്ന് എന്താ സംഭവം എന്നറിയാമോ? 91-ൽ ഒരു വലിയ സംഭവമായിരുന്നു. അതായത് നായനാര അന്ന് ഭരിച്ചുകൊണ്ടിരുന്നു. ശരിക്കും 92 വരെ സർക്കാരിന്റെ കാലാവധി ഉണ്ട്. പക്ഷെ 91-ൽ ലോക്സഭയോടൊപ്പം തന്നെ നിയമസഭയിൽ മത്സരിക്കാൻ നടത്താൻ തീരുമാനിക്കുകയാണ് സർക്കാർ. എന്താ കാര്യം എന്നറിയാമോ? എങ്ങനെയും ജയിച്ചു വരും എന്നുള്ള കോൺഫിഡൻസ്. കാരണം ജില്ലാ കൗൺസിലൊക്കെ മൃഗീയ ഭൂരിപക്ഷത്തിൽ കേരളം മുഴുവൻ ഒട്ടാകെ വലിയ ജയം. അതിന്റെ ആണെങ്കിൽ 91-ലാണ് കേരളം സാക്ഷരത ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചേർന്നിട്ട് എന്ത് വന്നാലും ഇടതുപക്ഷം ജയിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസം വരികയും 91-ൽ തന്നെ ലോക്സഭയോടൊപ്പം നിയമസഭ നടത്താൻ വേണ്ടി സർക്കാർ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ അന്ന് അതില്ലാതാക്കാൻ അന്ന് കോൺഗ്രസിനൊരു എഡ്ജ് പോലും ഇല്ല ഒരു തെരഞ്ഞെടുപ്പില്. പക്ഷെ അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വീണ്ടും അധികാരത്തിൽ ഏറുന്നത് തടയാൻ വേണ്ടിയിട്ട് കോൺഗ്രസും BJPയും എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു സഖ്യമുണ്ടാക്കിയെന്നും കോലിബി സഖ്യത്തെ കുറിച്ച് അവർ പറഞ്ഞു. പക്ഷെ കോൺഗ്രസിന് അത് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ആ കോലിബിയാണ് ഇന്നും അവർ തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ
ക്ലാരിഫിക്കേഷൻ വന്നതാണ് KG മാരാറിന്റെ ഈ പുസ്തകത്തിലെ ഈ ചാപ്റ്ററിലൂടെ വന്നത്. അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷെ അത് പാഴായി പോയി എന്നും പലരും പരാജയപ്പെട്ടു. അത് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ് BJP സപ്പോർട്ട് ചെയ്യുന്നു, ചില മണ്ഡലങ്ങളിൽ BJP കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു. നേമം മഞ്ചേശ്വരം പോലുള്ള മണ്ഡലങ്ങളിലും BJP കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ വന്നത്. പക്ഷെ എല്ലാവരും ആ സമയത്തൊക്കെ അങ്ങനെ പരാജയമൊക്കെ സംഭവിച്ചത് കൊണ്ട് അത് സത്യത്തിൽ അത് അങ്ങനെ അങ്ങ് പോകുന്നൊരു ഡീലായിരുന്നു. ഈ 2014 സുരേഷ് ഗോപിയുടെ വിജയവും 2024 BJPയുടെ വിജയവും ഇത്തരത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം ഇത്തരത്തിലൊരു ഡീലിന്റെ ഇമ്പാക്ട് ആണെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതെങ്ങനെയാ? അത് പറയുന്ന കാര്യമാണ്, നമുക്ക് അതിനകത്തും വ്യക്തതയില്ല. പക്ഷെ അത് CPI പോലും ആരോപണം ഉന്നയിച്ച കാര്യമാണ്. പൂരം കലക്കുന്നത് സംബന്ധിച്ച് സർക്കാരിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത് ആദ്യം CPI. അത് കഴിഞ്ഞ ശേഷം കോൺഗ്രസ്സുകാർ ഇപ്പോഴും ആരോപിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ അവിടുത്തെ വലിയ വലിയ വിജയത്തിന് പിന്നിൽ ശരിക്കും CPM ഇവരുടെ പങ്കുണ്ടെന്നും സർക്കാരാണ് ഇല്ലെങ്കിൽ CPM ആണ് അവിടെ പൂരം കൃത്യമായിട്ട് ബന്ധമുണ്ടായിരുന്നു, ഇവർ തമ്മിലൊരു ഡീലാണ് ഇതിന്റെ പിന്നിലെന്നും. ഇതിന് മുമ്പൊരു ഡീലോ അപ്പൊ തിരിച്ച് CPM അങ്ങോട്ട് പറയുന്നുണ്ട്. എന്നറിയുമോ? നേമത്തെ ഡീലാണ്. 2016 അതായത് BJP ഇവിടെ അക്കൗണ്ട് തുറന്ന വർഷത്തെ രാജഗോപാൽ സാറും MLA ആയ സമയത്ത്. അപ്പം രാജഗോപാൽ MLA ആയ സമയത്ത് അന്ന് കോൺഗ്രസ്സുകാരാണ് വോട്ട് മറിച്ചു കൊടുത്ത്. ശിവൻകുട്ടി അന്ന് പരാജയപ്പെടുന്നു. ഈ രാജഗോപാൽ MLA ആദ്യമായിട്ട് BJP അക്കൗണ്ട് തുറക്കുന്നു. ആ അക്കൗണ്ട് തുറക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ളത് UDF ആണെന്നും കോൺഗ്രസ് ആണെന്നും പറഞ്ഞുകൊണ്ടിട്ടുള്ള ഒരു ആരോപണം പണ്ട് മുതലേ അന്ന് മുതലുണ്ട്. പിന്നെ അപ്പൊ തിരിച്ചു പറയുന്നതാണ് 2024 ഈ സംഭവം. അങ്ങനെ ഡീലുകളുടെ കഥ കുറെ കാലങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വരികയും അതൊക്കെ അപ്പുറത്തെ സ്ഥാനത്ത് BJP ഉണ്ടെന്നുള്ളത് വേറൊരു സത്യം. BJPക്കാർ പറയുന്നത് കോൺഗ്രസ് CPM തമ്മിലാണ് അവരെ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഡീൽ. പക്ഷെ ഈ VD സതീശൻ പറയുന്നുണ്ടല്ലോ 10 മണ്ഡലങ്ങളിൽ ഏകദേശം ഇവർ തമ്മിലൊരു ധാരണയുണ്ട്. 10 മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജയിക്കുന്നു, ബാക്കി എല്ലായിടത്തെല്ലാം നമ്മൾ ഇത്തരത്തില് വോട്ട് മറിച്ചുകൊണ്ട് ഡീൽ ചെയ്ത് ഫിക്സ് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. അത് എങ്ങനെയാ? ഇതൊന്നും നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. പക്ഷെ പാലക്കാട് ഇപ്പൊ അങ്ങനെ ഒരു ശോഭാ സുരേന്ദ്രനെ പോലെ സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയമാണ്. അതേസമയം തൃപ്പൂണിത്തറയിലെ ഈ ഉണ്ണികൃഷ്ണൻ വരിയത് NDAയുടെ അവര് 2020 വേണ്ടിയിട്ട് ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി സ്ഥാനാർത്ഥികളെ ജയിപ്പിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ്. അതൊക്കെ ഡീലാണെന്നും ഒക്കെയാണ് അത്തരത്തിലുള്ള ഒരു പറയുന്നുണ്ട്. അതേപോലെ അതായത് റാന്നിയും കോന്നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കാരണം BJPക്ക് വളരെ ശക്തമായിട്ടുള്ള സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അതേപോലെ നേമത്താണെങ്കിലും അങ്ങനെ നേമത്ത് BJP ജയിപ്പിക്കാൻ വേണ്ടിട്ട് ഇവിടെ ഡീലുണ്ടാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ അത്തരം പല മണ്ഡലങ്ങളുമാണ് യഥാർത്ഥത്തിൽ ഡീൽ. മഞ്ചേശ്വരത്തെ ഡീലുണ്ട് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനത്തെ ഡീലുകളെല്ലാം ഇവർ നടത്തിയിട്ടുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. തെളിവില്ലാതെ നമുക്ക് അതിനെ കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം ഈ ഡീൽ ഉണ്ടായിരുന്നോ ഇല്ലയോ, ജനങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്നൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഒട്ടും എവിടെയും പോകുന്നില്ല, എല്ലാത്തിനും കണക്കുണ്ടായിരിക്കും. എല്ലാത്തിനും കണക്ക്. പ്രത്യേകിച്ച് കേരള ജനത എല്ലാ ബൂത്തുകളും നോക്കി കണക്കെടുക്കുന്നവരാണ്. എന്തായാലും കണക്കുകളില്ലാതെ പോവില്ല. ബാക്കി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നമുക്കറിയാം.